സബ് ജൂനിയർ വിഭാഗം ഹാൻഡ് റൈറ്റിംഗ് മലയാളം. Third prize goes to 202 Rashid Team Bukhara. Second prize goes to 105 Ziyad C Team Dimashq. First prize goes to 210 Adham Team Bukhara. സബ് ജൂനിയർ വിഭാഗത്തിൻ്റെ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ പുറത്തു വന്നപ്പോൾ സബ് ജൂനിയർ വിഭാഗത്തിൽ ടോട്ടൽ പോയിന്റ് നിൽക്കുന്നു 41 പോയിന്റുമായി ടീം ആരാൻ ടീം 41 പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ടീം ബുഖാറ. തൊട്ടു പിന്നിലായിക്കൊണ്ട് തോറ്റുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് 40 പോയിന്റുമായി, ഒരു പോയിന്റ് വ്യത്യാസത്തിൽ 40 പോയിന്റുമായി ടീം ദിമഷ്ക് തൊട്ടു പിന്നിലുണ്ട്. കരുതിയിരിക്കുക. ഇതാ ഒരു മത്സരം കൂടി, സ്റ്റേജിന് മത്സരം കൂടി പുറത്തു വരുന്നു. സീനിയർ വിഭാഗം കോൺവെർസേഷൻ അറബിക്. കോൺവെർസേഷൻ അറബിക് സീനിയർ വിഭാഗം. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു 108 അജ്നാൻ ടീം ഖുദുസ്. First prize goes to 309 Jamal Sibi, 305 Rabi MC Team Kurtuba. Third prize ഇല്ല. ഇനി ഇതാ നമുക്ക് കാത്തിരുന്ന് കാണാം. വാനിൽ പാറിപ്പറക്കുന്ന പതാകയാണോ ഉയരങ്ങളിലുള്ളത്, അതല്ല നിങ്ങളുടെ കയ്യിലുള്ള പതാകയാണോ? ആരായിരിക്കും? ആരാണ് ഉയർന്നിരിക്കുന്നത്, ആരാണ് താഴ്ന്നിരിക്കുന്നത്? നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്കൊരു ഇടവേളയിൽ നമ്മുടെ സ്ഥാപനത്തിലെ വാനമ്പാടിയും നമ്മുടെ സ്ഥാപനത്തിലെ SNECയിലെ ഉസ്താദും ഹിഫ്ള് കോളേജിലെ രക്ഷിതാവും കോളേജ് കമ്മിറ്റി ഭാരവാഹിയും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട റഹീസ് ഉസ്താദ് നമ്മുടെ സദസ്സിൽ ഒരു ഗാനം ആലപിക്കുന്നു. ബഹുമാന പരിസരം ഉസ്താദിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ മനോഹരമായ പ്രോഗ്രാമാണ് ഞങ്ങളെല്ലാവരും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ തുടങ്ങി മാഷാ അല്ലാഹ്, ഞാനിവിടെ വൈകുന്നേരമാണ് പ്രോഗ്രാം കാണാനെത്തിയത്. അൽഹംദുലില്ലാഹ്, ഞാൻ കണ്ട പരിപാടികളൊക്കെ വളരെ മനോഹരമായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും ഉഷാറായിട്ട് തന്നെ പരിപാടി അവതരിപ്പിച്ചില്ലേ? ഓക്കെ. നേരത്തെ മദ്ഹ് ഗാന മത്സരം നേരത്തെ കഴിഞ്ഞില്ലേ? അപ്പം ഞാനൊരു മദ്ഹ് ഗാനമാണ് പാടുന്നത്. ഒരു പാട്ടും ഫുള്ളായിട്ട് കാണാതെ അറിയാത്തോണ്ട് കുറച്ചാണ് ഞാൻ പാടാൻ പോകുന്നത്. മലക്കുൽ മൗത്ത് അസ്റായീൽ അണഞ്ഞിടും മുമ്പേ ചലനമൻ താടിയിൽ നിലച്ചിടും മുമ്പേ പുണ്യനബി തൻ്റെ റൗള ശരീഫ് ഒന്ന്
കണ്ണിനു കാട്ടിടണേ ഇലാഹി, കണ്ണിനു കാട്ടിടണേ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പോതില്ലേ അല്ലേ? മലക്കുൽ മൗത്ത് അസ്റായിൽ അണഞ്ഞിടും മുമ്പേ ചലനമൻ താടിയിൽ നിലച്ചിടും മുമ്പേ പുണ്യനബി തൻ്റെ റൗളാ ശരീഫൊന്ന് കണ്ണിനു കാട്ടിടണേ ഇലാഹി, കണ്ണിനു കാട്ടിടണേ. ഓമന മുഹമ്മദീനെ ഊത്തിനയച്ചില്ല, ഓമനിക്കാൻ വാപ്പ വേണം, വാപ്പ ജീവിപ്പില്ല. ഓമന മുഹമ്മദീനെ ഊത്തിനയച്ചില്ല, ഓമനിക്കാൻ വാപ്പ വേണം, വാപ്പ ജീവിപ്പില്ല. ആമിന ബീവിൻ്റെ കൽബിൽ നൊമ്പരം പേരൂത്ത്, ആറ്റലായ മോനയോർത്ത് വേദന കൂരുത്ത്. ഏറ്റ ദുഃഖം കാട്ടിടാതെ ഓമനിച്ചണച്ച്, ആമിന ബീ പൂമകനിൽ ചുംബനമണച്ച്. ഏറ്റ ദുഃഖം കാട്ടിടാതെ ഓമനിച്ചണച്ച്, ആമിന ബീ പൂമകനിൽ ചുംബനമണച്ച്. അത്തലിൻ തൻ മുത്തുമോനെ ആറ്റ് നോറ്റ് പോറ്റി, ആമിന ബീ പൂമകനെ ആശയോടെ തീറ്റി. പാട്. ഓമന മുഹമ്മദീനെ വാപ്പ വേണം. നമ്മളൊക്കെ എത്ര സുഖത്തിലല്ലേ അവിടെ ജീവിക്കണേ അല്ലേ? ശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജനിച്ചിട്ട് ഇതുവരെ നബിയെ ഉപ്പാനെ കണ്ടിട്ടില്ല. 6 വയസ്സായപ്പോൾ നബിയുടെ ഉമ്മയും വഫാത്തായി. പിന്നെ അവിടുന്ന് അങ്ങോട്ടൊക്കെ പ്രാരാബ്ധങ്ങളുടെ തീച്ചുളിയിലൂടെയാണ് വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുപോയത്. നിങ്ങൾക്ക് എല്ലാവർക്കും നബിയെ കാണാൻ ആഗ്രഹമില്ലേ? നബിയെ കാണാനല്ല എങ്കിൽ എന്തിനാണ് കണ്ണുകൾ? നബിക്ക് കേൾക്കാനല്ല എങ്കിൽ എന്തിനാണ് മധുകൾ? അരികെ നിൽക്കാനല്ല എങ്കിൽ എന്തിനീ കൈകാലുകൾ? അരുമനബിയില്ലാതെ വന്നാൽ എന്തിനീ രാപ്പകലുകൾ? പാട്ടറിയോ? പാടേ. നബിയെ കാണാനല്ല എങ്കിൽ എന്തിനാണ് കണ്ണുകൾ? നബിക്ക് കേൾക്കാനല്ല എങ്കിൽ എന്തിനാണ് മധുഹുകൾ? അരികെ നിൽക്കാനല്ല എങ്കിൽ എന്തിനീ കൈകാലുകൾ? അരുമനബിയില്ലാതെ വന്നാൽ എന്തിനീരാ പകലുകൾ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശുക്രൻ, ജസാക്കല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശബ്ദത്തിൽ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ.